നമസ്കാരം. വലിയ വിഷയങ്ങൾ വളരെ ലളിതമായി വിശദീകരിക്കുന്ന ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനെക്കുറിച്ചാണ്. മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് മടങ്ങിയെത്തുന്നതിനെക്കുറിച്ച്. ഒന്നോർത്തു നോക്കൂ, 1972 അപ്പോളോ 17 ദൗത്യം കഴിഞ്ഞിട്ട് ഇപ്പോൾ 50 വർഷത്തിൽ കൂടുതലായി. മനുഷ്യൻ ചന്ദ്രന്റെ മണ്ണിൽ കാലുകുത്തിയിട്ട് അത്രയും കാലമായി. ആ ഒരു വലിയ കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ട് ഇതാ ചാന്ദ്രപര്യവേഷണത്തിന്റെ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നാസയുടെ ആർടെമിസ് 2 മിഷനെക്കുറിച്ചാണ് വിശദമായി അറിയാൻ പോകുന്നത്. എന്താണ് ഇത്രയും കാലത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഈ ദൗത്യം? അപ്പോളോയിൽ നിന്ന് ഇതിനെന്താണ് വ്യത്യാസം? ആരാണ് ഈ ചരിത്രയാത്രയിലെ യാത്രികർ? 10 ദിവസം നീളുന്ന യാത്രയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? പിന്നെ നേരിടാൻ പോകുന്ന ആ ബ്ലാക്ക് പോയിന്റ് എന്താണ്? ഒടുവിൽ എന്തിനാണ് നമ്മൾ വീണ്ടും ചന്ദ്രനിലേക്ക് പോകുന്നത്? ഇതെല്ലാം നമുക്ക് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? എന്തുകൊണ്ടാണ് ഈ ദൗത്യം ഇത്രയും വലിയൊരു സംഭവമാകുന്നതെന്ന് ആദ്യം തന്നെ നോക്കാം. അതായത് 1972 ശേഷം ആദ്യമായി മനുഷ്യരെ കൊണ്ട് ചന്ദ്രനിലേക്ക് പോകുന്ന നാസയുടെ ദൗത്യമാണിത്. അപ്പോളോ എന്ന ആ ഇതിഹാസ ദൗത്യങ്ങളുടെ ഒരു പിൻഗാമിയായി ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ യാത്ര. ഇതിലെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദൗത്യവും തുടങ്ങുന്നത് അതേ ചരിത്രപ്രസിദ്ധമായ സ്ഥലത്തു നിന്നാണ്. അതെ, അപ്പോളോ ദൗത്യങ്ങൾ കുതിച്ചുയർന്ന ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് തന്നെ. ശരി, ഇനി നമുക്ക് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കാം. കാരണം 50 വർഷമെന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ലല്ലോ. അപ്പോൾ അപ്പോളോയുടെ കാലത്തുനിന്ന് ആർടെമിസിന്റെ കാലത്തേക്ക് എത്തുമ്പോൾ സാങ്കേതികവിദ്യയിൽ എന്തു മാറ്റം വന്നു എന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്രധാന വ്യത്യാസം കാണാം. അപ്പോളോ 17ന്റെ ലക്ഷ്യം ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുക എന്നതായിരുന്നു. എന്നാൽ ആർടെമിസ് 2 ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല. പകരം യാത്രികരുമായി ചന്ദ്രനെ ബലം വെച്ച് സുരക്ഷിതമായി തിരികെ വരിക എന്നതാണ് ലക്ഷ്യം. അതായത് ഇതൊരു ടെസ്റ്റ് ഫ്ലൈറ്റാണ്. ഭാവിയിൽ ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ദൗത്യങ്ങൾക്കുള്ള ഒരു നിർണായക പരീക്ഷണം. ഇനി റോക്കറ്റുകളുടെ കാര്യം നോക്കിയാൽ അവിടെയാണ് ശരിക്കും ആ ടെക്നോളജിയിലെ കുതിച്ചുചാട്ടം കാണാൻ പറ്റുന്നത്. അപ്പോളോയുടെ കാലത്ത് ഹീറോ ആയിരുന്നു സാറ്റേൺ V റോക്കറ്റ്. എന്നാൽ ആർടെമിസ് ഉപയോഗിക്കുന്നത് SLS, അതായത് സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന ഭീമൻ റോക്കറ്റാണ്. ഇതിന്റെ ഇന്ധനം തന്നെ കൂടുതൽ പവർഫുള്ളാണ്. ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും. പോരാത്തതിന് പറന്നുയരാൻ ഭയങ്കരമായ ഒരു തള്ളൽ കൊടുക്കാൻ വേണ്ടി 2 വലിയ സോളിഡ് ബൂസ്റ്ററുകൾ കൂടിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാസ ഇന്നുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ റോക്കറ്റാണത്. അപ്പോ റോക്കറ്റും പേടകവുമൊക്കെ റെഡി. പക്ഷേ ഈ കഥ പൂർണ്ണമാകണമെങ്കിൽ അതിലെ യാത്രികരെ കൂടി അറിയണ്ടേ? നമുക്ക് ഈ ചരിത്ര ദൗത്യത്തിലെ ആ 4 പേരെ പരിചയപ്പെടാം. ദൗത്യം നയിക്കുന്നത് കമാൻഡർ റീഡ് വൈസ്മാൻ ആണ്. നാസയിലെ വളരെ പരിചയസമ്പന്നനായ ഒരു ആസ്ട്രോണോട്ടാണ് അദ്ദേഹം. അപ്പോൾ ഒറിയോൺ പേടകത്തിന്റെ പൈലറ്റ് സീറ്റിലിരിക്കുന്നത് വിക്ടർ ഗ്ലോവറാണ്. അദ്ദേഹമാണ് ഈ വാഹനം നിയന്ത്രിക്കുക. ടീമിലെ അടുത്തയാൾ ക്രിസ്റ്റ്യന കോക്കാണ്, ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റ്. ദൗത്യത്തിലെ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഇവരായിരിക്കും. അതുപോലെ മിഷൻ സ്പെഷ്യലിസ്റ്റായി കനേഡിയൻ സ്പേസ് ഏജൻസിയെ പ്രതിനിധീകരിച്ച് ജെറമി ഹാൻസനും ഈ സംഘത്തിലുണ്ട്. അപ്പോൾ ഈ ക്രൂവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവര് വെറും കഴിവുറ്റ യാത്രികർ മാത്രമല്ല, ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നവരാണ്. ക്രിസ്റ്റീന കോക്ക് ഒരു ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ വനിതയാകാൻ പോവുകയാണ്. അതുപോലെ ജെറമി ഹാൻസൻ ചന്ദ്രനിലേക്ക് പറക്കുന്ന ആദ്യത്തെ കനേഡിയനോ. ശരിക്കും ചരിത്ര നിമിഷങ്ങൾ തന്നെ. ശരി, ടീമിനെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് യാത്രയുടെ പ്ലാൻ എന്താണെന്ന് നോക്കാം. ഏകദേശം 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ യാത്രയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? യാത്രയുടെ ടൈംലൈൻ ഏകദേശം ഇങ്ങനെയാണ്. വിക്ഷേപണം കഴിഞ്ഞ് ഉടനെ ചന്ദ്രനിലേക്ക് പോകില്ല. ആദ്യം പേടകം ഭൂമിയെ 2 തവണയൊന്ന് ചുറ്റും. എന്തിനാണെന്നോ? എല്ലാം ഓക്കെയാണോ, എല്ലാ സിസ്റ്റംസും കറക്റ്റായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്താനാണ്. അതിനുശേഷമാണ് 4 ദിവസം നീളുന്ന ചന്ദ്രനിലേക്കുള്ള യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്. പിന്നെ 4 ദിവസം ചന്ദ്രന് ചുറ്റും. അതിനുശേഷം 2 ദിവസം കൊണ്ട് തിരികെ ഭൂമിയിലേക്ക്. അവസാനം പസഫിക് സമുദ്രത്തിൽ പേടകം വന്നിറങ്ങും. അതാണ് പ്ലാൻ. പക്ഷേ ഈ യാത്ര അത്ര സിമ്പിളല്ല. ഇതിൽ വളരെ നിർണായകവും അല്പം അപകടം പിടിച്ചതുമായ ഒരു ഘടകമുണ്ട്. അതിനെയാണ് ലൂണാർ ബ്ലാക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് പേടകം ചന്ദ്രനെ ചുറ്റുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് അത് ചന്ദ്രന്റെ അപ്പുറത്തെത്തും. അപ്പോൾ ചന്ദ്രൻ ഭൂമിക്കും പേടകത്തിനും ഇടയിൽ വരും. സ്വാഭാവികമായും ഭൂമിയിൽ നിന്നുള്ള എല്ലാ സിഗ്നലുകളും ബ്ലോക്കാകും. ഒരു റേഡിയോ സിഗ്നൽ പോലും അങ്ങോട്ടോ എങ്ങോട്ടോ പോകില്ല. ആ നിമിഷങ്ങളിൽ ആ യാത്രികർ ശരിക്കും ഒറ്റയ്ക്കായിരിക്കും. അതൊന്ന് ആലോചിച്ചു നോക്കൂ. ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനും ഇന്നുവരെ പോയിട്ടില്ലാത്ത അത്രയും ദൂരത്ത്, പൂർണ്ണമായും ആശയവിനിമയം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ശരിക്കും ശ്വാസമടക്കി പിടിച്ചിരിക്കേണ്ട നിമിഷങ്ങളായിരിക്കും അത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തിനാണ് ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത്?
വെറുതെ ചന്ദ്രനെ ഒന്ന് ചുറ്റിയിട്ട് വരാനാണോ? അല്ല, അതിനു പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടമിസ് 2 ഒരു ടെസ്റ്റ് ഫ്ലൈറ്റാണ്. ഭാവിയിലെ ദൗത്യങ്ങൾക്ക് വേണ്ടി ഒറിയോൺ പേടകത്തിലെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ, അതായത് യാത്രികർക്ക് ശ്വാസമെടുക്കാനും ജീവിക്കാനും വേണ്ട സംവിധാനങ്ങൾ, പിന്നെ പേടകത്തിന്റെ പറക്കാനുള്ള കഴിവുകൾ, ഇതെല്ലാം യാഥാർത്ഥ്യ സാഹചര്യങ്ങളിൽ കൃത്യമായി പ്രവർത്തിക്കുമോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ ആർട്ടമിസ് പ്രോഗ്രാം എന്നത് പല ഘട്ടങ്ങളായാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം 2022-ൽ ആർട്ടമിസ് 1 എന്ന ആളില്ലാ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ആർട്ടമിസ് 2, അതായത് യാത്രികരുമായുള്ള ടെസ്റ്റ് ഫ്ലൈറ്റ്. ഇതിന്റെ വിജയത്തിനു ശേഷമാണ് ആർട്ടമിസ് 3 വരുന്നത്. അതായത് 50 വർഷത്തിനു ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലിറക്കുന്ന ആ ചരിത്ര ദൗത്യം. അപ്പോൾ ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു നിർണായക ചവിട്ടുപടിയാണ് ഈ ദൗത്യം. അതുകൊണ്ട് ആർട്ടമിസ് 2 എന്നത് വെറുമൊരു ചാന്ദ്രയാത്രയായി കാണരുത്. ഇത് ബഹിരാകാശത്ത് മനുഷ്യന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണ്. ചന്ദ്രനെ ഒരു ഇടത്താവളമാക്കി